وأشهد أن سيدنا محمدا أشرف مولود صلى الله على محمد وعلى آله ما سبح ملك في سجود. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സ്നേഹവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ദീനിന്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുകയും അവന്റെ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. സ്വഭാവം, പെരുമാറ്റം എന്നീ രണ്ട് വാക്കുകൾ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അവ രണ്ടും ഒരുപോലെയാണ് എന്ന് തോന്നാമെങ്കിലും അവയിൽ ചില വ്യത്യാസങ്ങളുണ്ട്, ചെറിയ വ്യതിരിക്തതകളുണ്ട് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വഭാവം അഥവാ പരിശുദ്ധ ഖുർആൻ അതിന് ഖുലുഖ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ആ ഖുലുഖ്, അതിനെക്കുറിച്ച് ഇസ്ലാം പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള മൂല്യങ്ങൾ, നന്മ, അവന്റെ വിശ്വാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിറഞ്ഞ അവന്റെ ആന്തരിക വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ സ്വഭാവം അഥവാ ക്യാരക്ടർ, ഖുലുഖ് എന്നൊക്കെ പറയുന്നത്. മനുഷ്യന്റെ ഉള്ളാണത്. അത് ഏറെ ആഴമുള്ളതായിരിക്കും, കാമ്പുള്ളതായിരിക്കും. നന്നാവാം, മോശമാവാം. പക്ഷെ മനുഷ്യന്റെ ഉള്ളിൽ അവൻ എന്താണോ, അവന്റെ യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വം, ഉള്ളിൽ അവൻ എന്താണോ എന്നുള്ളതാണ് സ്വഭാവം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനപ്പുറത്ത് നിൽക്കുന്ന രണ്ടാമത്തെ പദമാണ് സുലൂക്ക് അഥവാ പെരുമാറ്റം. ഇത് മനുഷ്യന്റെ പുറമെ കാണുന്ന അവന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇംഗ്ലീഷിൽ അതിന് ബിഹേവിയർ എന്നാണ് പറയാം. കുറച്ചുകൂടി വേഗം മനസ്സിലാവും. മനുഷ്യൻ എങ്ങനെയാണ് ആളുകളോട് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആളുകൾക്കിടയിൽ അവൻ ഇടപഴകുന്നത്, പെരുമാറുന്നത് എന്നതിനെയാണ് മനുഷ്യന്റെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഇപ്പോ സ്വഭാവം വേരാണ്. ആ വേരിന്റെ ഫലമായിട്ട് സംഭവിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ പെരുമാറ്റം അഥവാ സുലൂക്ക് എന്ന് കാണാൻ കഴിയുന്നതാണ്. ഒന്ന് ആന്തരിക മൂല്യമാണ്, രണ്ടാമത്തേത് അതിന്റെ ബാഹ്യ പ്രതിഫലനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഉള്ളിൽ അതിന്റെ വേര് നന്നായാൽ സ്വാഭാവികമായും അതിന്റെ ഫലമായി പുറത്തു വരുന്ന പെരുമാറ്റങ്ങളും നന്നാകും എന്നുള്ളത് നമുക്കറിയാം. ഒരാളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ തന്നെ നന്മയുണ്ടെങ്കിൽ, ശരിയായ ഒരു വ്യക്തിത്വം അയാൾക്കുള്ളിൽ അയാൾ തന്നെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായും അതിന്റെ ഫലമായി പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രവർത്തനങ്ങളിലും നടത്തത്തിലും ഇരുത്തത്തിലും ആളുകളുമായി ഇടപഴകുന്നിടത്തെല്ലാം അതിന്റെ നന്മ പ്രകടമായിക്കൊണ്ടിരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഈ രണ്ട് വിഷയത്തെക്കുറിച്ചും രണ്ട് കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഇപ്രകാരം പറഞ്ഞു: ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. താങ്കൾ മഹത്തായ ഖുലുഖിനുടമയാകുന്നു, നല്ല സ്വഭാവത്തിന്, ക്യാരക്ടറിന് ഉടമയാകുന്നു താങ്കൾ എന്ന് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. ആയിഷ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു: കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകന്റെ ഖുലുഖ് അത് പരിശുദ്ധ ഖുർആൻ ആകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ എന്ത് മൂല്യങ്ങളെയാണോ, എന്ത് നന്മയെയാണോ, ഏതുതരം വിശ്വാസ പ്രമാണങ്ങളെയാണോ, ഏതുതരം തത്വങ്ങളെയാണോ പഠിപ്പിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിലും പുറത്തും
അങ്ങനെയാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ പുറമേയുള്ള കാര്യങ്ങളെ കുറിച്ചും ഖുർആൻ ഒരുപാടുണ്ട്. പ്രവാചകരെ, താങ്കൾ പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ഹൃദയത്തിൽ കാഠിന്യമുള്ളവനായിരുന്നെങ്കിൽ ഈ ആളുകളൊന്നും താങ്കളുടെ കൂടെ നിൽക്കുമായിരുന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളും താങ്കൾ അവതരിപ്പിക്കുന്ന നല്ല നല്ല കാര്യങ്ങളും കേട്ടുകൊണ്ട് മാത്രമല്ല ആളുകൾ വരുന്നത്. താങ്കളുടെ സൽസ്വഭാവവും ആളുകളോടുള്ള പെരുമാറ്റവും ഒക്കെ കണ്ടു തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഖുലുഖുൻ അദീമിനെ കുറിച്ച്, റസൂലിന്റെ ഉള്ളിനെ കുറിച്ചും പുറമേ കാണുന്ന പെരുമാറ്റങ്ങളെ രൂപപ്പെടുത്തുന്ന യഥാർത്ഥ വ്യക്തിത്വത്തെ കുറിച്ചുമാണെങ്കിൽ, ഇവിടെ പറഞ്ഞത് പ്രവാചകൻ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത്, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ്. എല്ലാ സ്ഥലത്തും അത് കാണാൻ പറ്റും. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് തുടക്കം മുതൽ തന്നെ ഇഖ്റ എന്ന് പറഞ്ഞിട്ടാണ്, വായനയെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇറങ്ങുന്ന ഭാഗങ്ങൾ യാ അയ്യുഹൽ മുസ്സമ്മിൽ, അതുപോലെ തന്നെ യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് പറഞ്ഞിട്ടുള്ള സൂറകളാണ്. മുദ്ദസ്സിറിലും മുസ്സമ്മിലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ, പുറമേ കാണുന്ന റസൂലിന്റെ വ്യക്തിത്വത്തെ നന്നാക്കിയെടുക്കുന്ന നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് താങ്കൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു ദൗത്യമാണ്. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതി താങ്കൾക്ക് ഉണ്ടായിരിക്കണം. അതുമായിട്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് എന്ന് പറയുന്ന ഭാഗങ്ങൾ ആ സൂറത്തിന്റെ തുടക്കമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ നടക്കുന്ന ആൾരൂപമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. ഇത് സഹാബത്തിന്റെ കൂടി രീതി അങ്ങനെ തന്നെയാണ്. സഹാബത്തും റസൂലിന്റെ അതേ സ്വഭാവത്തെ, പെരുമാറ്റ രീതിയെ ഉൾക്കൊള്ളുകയും ഭൂമിയിൽ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു എന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: പരലോകത്ത് സ്വർഗത്തിന്റെ അടിത്തട്ടിൽ, അതിന്റെ താഴ്ഭാഗത്ത് ഒരു വീട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആർക്ക്? സത്യം തന്റെ പക്കലാണെന്ന് അറിഞ്ഞിട്ടും അന്യായമായ തർക്കത്തിന് മുതിരാത്തവന്. ആളുകള് സത്യം തന്റെ ഭാഗത്തല്ലെങ്കിലും തർക്കിക്കുന്ന ആളുകൾ ഒരുപാട്. തന്റെ ഭാഗത്താണ് സത്യം എന്ന് അറിഞ്ഞിട്ടും ആവശ്യമില്ലെങ്കിൽ തർക്കം ഒഴിവാക്കി ഒരു പ്രശ്നം ഇല്ലാതാക്കുന്നവൻ, അവനൊരു വീട് സ്വർഗത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. സ്വർഗത്തിന്റെ നടുവിലൊരു വീട് ആർക്കാണത്? തമാശ പറയുമ്പോഴും കളവ് പറയാത്തവന്റെ. തറക്കൽ കദിബ വ ഇൻകാന മാസിഹൻ, അവന് സ്വർഗത്തിന്റെ നടുവിലൊരു വീട്. സ്വർഗത്തിന്റെ ഉന്നതിയിൽ, ഉയർന്ന സ്ഥലത്തൊരു വീട്. ആർക്ക്? ലിമൻ ഹസുന ഖുലുഖു, ആരുടെയെങ്കിലും സ്വഭാവം നന്നായാൽ. ഇതൊക്കെ മനുഷ്യന്റെ സ്വഭാവവും അവന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളായിട്ട് ഹദീസുകളിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. റസൂൽ പറഞ്ഞു, സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രവേശിക്കുന്ന ജനങ്ങൾ ആരായിരിക്കും, അല്ലെങ്കിൽ ഏത് ഗുണങ്ങളാണ് അവരെ പ്രവേശിപ്പിക്കുക? തഖ്വല്ലാഹി വഹസ്നുൽ ഖുലുഖ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും അതുപോലെ തന്നെ നല്ല സ്വഭാവവും ഉള്ളവർക്ക് സ്വർഗത്തിൽ ഏറ്റവും വലിയ പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഈ പറയുന്ന മേഖലയിൽ മോശക്കാരാണെങ്കിൽ, ചിലപ്പോൾ അതിൽ കുറച്ച് കുറഞ്ഞ ആളുകൾ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ നല്ലവരാണെങ്കിൽ അവർ കയറിപ്പോകും. അങ്ങനെയുള്ള അത് സൂചിപ്പിക്കുന്ന ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റസൂൽ പറഞ്ഞു, അഹബ്ബു ഇബാദില്ലാഹി, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ എന്ന് പറഞ്ഞാൽ അഹ്സനുഹും ഖുലുഖൻ, നല്ല സ്വഭാവമുള്ള മനുഷ്യരാകുന്നു. റസൂൽ പറഞ്ഞു, എന്റെ അടുത്ത് പരലോകത്ത് സീറ്റ് ഉറപ്പിക്കാൻ കഴിയുന്നത് ആർക്കാണ്? അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? അത് അഹാസിനുക്കും അഖ്ലാഖൻ, ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യരായിരിക്കും ഞാൻ ഇഷ്ടപ്പെടുകയും പരലോകത്ത് എന്റെ സമീപത്ത് സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നവർ. നിങ്ങളുടെ മീസാനിൽ ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്നത് അത് ഹുസ്നുൽ ഖുലുഖാണ്. ഇങ്ങനെ ധാരാളം ഹദീസുകൾ, ഇതിന്റെ എണ്ണം വളരെ കൂടുതലാണ്. എല്ലാ ഹദീസുകളും പറയുക എന്നുള്ളത് അസാധ്യമാണ്. ഒരു ഹദീസിൽ വളരെ നന്നായിട്ട് ഇപ്രകാരം പറഞ്ഞു: ഇന്നൽ മുസ്ലിമൽ മുസദ്ദദ്, നല്ല ജെന്യൂനായ മുസ്ലിം. മുസദ്ദദ് എന്ന് പറഞ്ഞാൽ തെറ്റുകളൊന്നും ചെയ്യാത്ത നല്ല ഒരു വളരെ പൂർണ്ണനായ ഒരു മുസ്ലിം. മുസദ്ദദ്, സദീദായ, നല്ലവനായ ഒരു മുസ്ലിം. ല യുദ്രികു ദറജത സവ്വാബിൽ ഖവ്വാമി ബിആയാത്തില്ലാ, ധാരാളം നോമ്പെടുക്കുകയും അള്ളാഹുവിന്റെ ആയാത്തുകൾ ഓതി ധാരാളം നമസ്കരിക്കുകയും ചെയ്യുന്നവന്റെ ദറജയിലെത്തും. എന്ത് കാരണത്താൽ? ലികറമി ളരീബതിഹി വഹുസ്നി ഖുലുഖിഹി, അവന്റെ നല്ല പ്രകൃതം കാരണവും അവന്റെ നല്ല സ്വഭാവം കാരണവും. ധാരാളം നമസ്കരിക്കും. ഖവ്വാം, ഖായിം എന്ന് പറയുന്നതിന് പകരം ഖവ്വാം എന്നാണ് പ്രയോഗിച്ചത്.
സായിം എന്ന നോമ്പുകാരന് പറയുന്നവരും സവ്വാം എന്നാണ് റസൂൽ പ്രയോഗിച്ചത്. ധാരാളമായി നോമ്പെടുക്കുകയും ധാരാളമായി നമസ്കരിക്കുകയും ചെയ്യുന്നതിന്റെ ദറജയിലെത്താൻ ഒരാൾക്ക് സാധിക്കും അയാൾ നല്ല പ്രകൃതവും നല്ല ഉള്ളും പുറവും കാത്തു സൂക്ഷിക്കുന്നവനാണെങ്കിൽ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വിശ്വാസം പൂർണ്ണമായത് ആരുടേതാണ്? അത് അഹ്സനുഹും ഖുലുഖൻ, നല്ല ഖുലുഖുള്ളവരാണ്. ആ ഖുലുഖിന്റെ പ്രകടനം എവിടെയൊക്കെ ഉണ്ടാവും? എല്ലാ സ്ഥലത്തും ഉണ്ടാവണം. ഈ ഹദീസിന്റെ ബാക്കിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാരാണ്? ഈ സ്വഭാവം ഉണ്ട് എന്ന് പറയുന്നല്ല, അത് പ്രകടമാകുന്നത് ആരിലാണ്? അവനവന്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാകുന്നു നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഏറ്റവും ഒരുപക്ഷെ നല്ല സ്വഭാവക്കാരൻ പുറമെ കാണിച്ചാലും ഉള്ളിൽ മോശമാകാൻ സാധ്യതയുള്ള ഒരിടം അതാണ്. അതുകൊണ്ട് റസൂൽ അതിന്റെ കൂടെ നേർക്കുനേരെ ബന്ധമില്ലാതെ തോന്നിപ്പോകുന്ന ഒരു വിഷയത്തെ അതിന്റെ പ്രായോഗിക വശത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ തന്നെ പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും ഒന്നായി തീരുക എന്നുള്ളത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സ്വഭാവം ഒരാളുടെ ഐഡന്റിറ്റിയാണ്, എന്ന് പറഞ്ഞാൽ ഒരാളുടെ വ്യക്തിത്വമാണ്. അതാണ് അയാൾ. അത് പുറമെ കാണുന്നത് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. അയാളെക്കുറിച്ച് അയാൾ എന്താണ് വിശ്വസിക്കുന്നത്, ഈ ലോകത്തെക്കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാട് എന്താണ്, മനുഷ്യരുടെ കർമ്മങ്ങളെയും അവരുടെ വ്യക്തിത്വങ്ങളെയും വിലയിരുത്തുന്നതിൽ ഇയാളുടെ രീതി എന്താണ്, ഇയാൾ ആളുകളെ എങ്ങനെ നോക്കിക്കാണുന്നു, കാര്യങ്ങളെ എങ്ങനെ സമീപിക്കുന്നു, കുടുംബത്തിൽ എങ്ങനെ പെരുമാറുന്നു, ഇയാളുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെ തുടങ്ങിയിട്ട് അയാളുടെ വിശ്വാസം, ഇതിനെയെല്ലാം രൂപപ്പെടുത്തുന്ന ഉള്ളിലുള്ള അയാളുടെ ആ വ്യക്തിത്വം ഉണ്ടല്ലോ, അയാളുടെ ഐഡന്റിറ്റി, അതാണ് യഥാർത്ഥത്തിൽ ഖുലുഖ് എന്നുള്ളത്, സ്വഭാവം. ഇത് പലപ്പോഴും നമ്മൾ പുറമെ കാണുന്നവരാവൂല, നമ്മുടെ ഉള്ളിൽ നാം തന്നെ എന്ന് നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ ലോകത്ത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്ന് നമ്മുടെ ഈ ഖുലുഖും നമ്മുടെ സുലൂക്കും, നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ബിഹേവിയറും, നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും ഒന്നായി തീരുക, രണ്ടും നന്നാവുക എന്നുള്ളത് വലിയൊരു വിജയം ലഭിക്കുന്ന കാര്യമാണ്. ഇപ്പൊ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ധാരാളം നിർദ്ദേശങ്ങൾ കാണാൻ കഴിയുന്നതാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതിലൂടെ സംഭവിക്കേണ്ട ഫലങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ഊന്നിയിരിക്കുന്നത് അതിലാണ്. നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് എവിടെയും നിങ്ങൾക്ക് റുക്കൂ ചെയ്യേണ്ട രൂപമോ നമസ്കാരത്തിന്റെ എണ്ണമോ റക്അത്തുകളുടെ എണ്ണമോ സുജൂദിലും ഖിയാമിലൊക്കെ ചൊല്ലേണ്ടുന്ന ദിക്റുകളെ കുറിച്ച് ഒന്നും പരാമർശം പരിശുദ്ധ ഖുർആനിലില്ല. അതെല്ലാം ഹദീസിലാണുള്ളത്. ഖുർആനിലുള്ളത് നമസ്കരിക്കൂ എന്ന് മാത്രമാണ്, അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഖുർആൻ സംസാരിച്ചിരിക്കുന്നത്. ആ നമസ്കാരം എങ്ങനെയാണ് നിങ്ങളുടെ നമസ്കാരേതര ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് എന്നതാണ് ഖുർആനിന്റെ ഊന്നൽ. അതിന്റെ കർമ്മശാസ്ത്രമോ അതിന്റെ ഫിഖ്ഹോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയാണ്, സുന്നത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഊന്നൽ ആരാധനാ കർമ്മങ്ങൾ അതിനെ ഒരു കർമ്മം നിലയ്ക്കുക, ഒരു ചടങ്ങായി നിർവഹിക്കുക എന്നുള്ളതല്ല, അതിന്റെ പ്രതിഫലനം നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പള്ളിയിലെത്തി നമ്മൾ നമസ്കരിക്കുന്നു, 5 നേരം ബാങ്ക് കൊടുത്താൽ നമ്മൾ പള്ളിയിലേക്ക് വരുന്നു, അതല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ നമ്മൾ നമസ്കരിക്കുന്നു. ഈ നമസ്കാരത്തിന്റെ പ്രതിഫലനം നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ എല്ലാ ഇടപെടലുകളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് ഇബാദത്തിന്റെ ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇപ്പോ ഖുർആനെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ അഖീമിസ് സ്വലാത്ത ലിദ്ക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കൂ എന്ന് പറഞ്ഞു. എന്നതുപോലെ തന്നെയാണ് നമസ്കരിക്കുന്നവൻ എന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തോന്നിവാസങ്ങളിൽ നിന്ന്, മുൻകറാത്തുകളിൽ നിന്ന്, ഫാഹിഷാത്തുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നവനായിരിക്കും നമസ്കാരക്കാരൻ. വേറെ സ്ഥലത്ത് വൈലുൽ മുസല്ലിൻ, നമസ്കരിക്കുന്നവർക്ക് നാശം, നമസ്കാരം നിർവഹിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് അവരുടെ സ്വഭാവം? അവരുടെ സ്വഭാവങ്ങൾ പറഞ്ഞിടത്ത് വയംനഊനൽ മാഊൻ, ഒരു ഉപകാരത്തിന് കൊള്ളാത്തവരാണ് അവർ. സ്വയം ഉപകാരം ചെയ്യൂല, ഒരാൾക്ക് ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ തടയാം എന്ന് വിചാരിക്കുന്ന നമസ്കാരക്കാരൻ നാശം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ ആരാധനാ കർമ്മങ്ങൾ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ആരാധനയാണത് എന്നതാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള ആരാധനകൾക്ക് നാശം, വൈൽ എന്ന ഖുർആൻ പ്രയോഗിച്ചത് കാണാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളു നന്നാവുക. ഉള്ളു നന്നാകാതിരിക്കുമ്പോഴാണ് പുറമെ നമ്മളെല്ലാവരും നന്നായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ഇടപഴകുകയും സംസാരത്തിൽ തേൻ ചാലിക്കുകയും പെരുമാറ്റത്തിൽ പഞ്ചസാര കലക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും?
നമ്മൾ നല്ലവരായി നടക്കും, പക്ഷെ ഉള്ളിൽ നാം എന്താണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. അപ്പൊ ഹൃദയത്തിൽ നാം അസൂയയും വെറുപ്പും വഞ്ചനയും ആളുകളോട് വിദ്വേഷവും എല്ലാം വെച്ചു പുലർത്തിക്കൊണ്ട് പുറമേ നടിക്കുന്ന ഈ പെരുമാറ്റം അത് വ്യക്തിത്വമില്ലായ്മയാണ്, അത് കാപട്യമാണ്, വ്യക്തിത്വം തന്നെ ഇല്ലായ്മയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ദുൽ വജ്ഹൈൻ എന്ന് അതിനെക്കുറിച്ച് ഹദീസിൽ കാണാൻ കഴിയും, രണ്ട് മുഖമുള്ളവൻ എന്ന് പറയുന്നത് പോലെ. അങ്ങനെ ആവരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. നമ്മൾ ജീവിക്കുന്ന ഈ സമയം പശ്ചാത്തലം പരിശുദ്ധ റമദാനിന്റെ കാലമാണ്. ഈ റമദാൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഉള്ളും പുറവും നന്നാക്കുവാനുള്ള പരിശീലനത്തിന്റെ പാഠശാലയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. ഇതുവരെ പറഞ്ഞതൊക്കെയും പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അതിന്റെ മൂല്യങ്ങളിൽ കെട്ടിപ്പടുക്കുന്ന സ്വഭാവത്തെക്കുറിച്ചാണ്, അതിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റത്തെക്കുറിച്ചും. ഈ പരിശുദ്ധ ഖുർആനെ ഓതുക, പഠിക്കുക, മനസ്സിലാക്കുക, അതിന്റെ ഏറ്റവും പ്രതിഫലാർഹമായ സമയത്ത് അതിനെ ഈ രീതിയിൽ കൂടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അതാകുന്നു അതിന്റെ ഫലവത്തായ, അതിന്റെ യഥാർത്ഥ രീതി എന്ന് റസൂലുള്ളാഹി പല ഹദീസുകളിലായിട്ട് പഠിപ്പിച്ചതാണ് നമ്മൾ നേരത്തെ കേട്ടത്. ഈ റമദാനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സംസാരത്തെ നിയന്ത്രിക്കുന്നു. കളവ് പറയുന്നവരായിരുന്നെങ്കിൽ അത് നമ്മൾ പറയാതിരിക്കുന്നു. നമസ്കാരത്തിൽ ശ്രദ്ധ കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ നമസ്കാരത്തിൽ ശ്രദ്ധ കൂടുതലായി നൽകുന്നു. ആളുകളുമായിട്ടുള്ള ഹുഖൂഖുകൾ പാലിക്കുന്നു. നമ്മുടെ ബാധ്യതകളെ നാം നിറവേറ്റുന്നു. നമ്മുടെ സംസാരത്തിൽ സൂക്ഷ്മത പാലിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ക്ഷമ കൈകൊള്ളുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും പരിശീലിക്കുകയും വലിയ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അത് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്വഭാവത്തെയും പെരുമാറ്റത്തെയും നന്നാക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭം പരിശുദ്ധ റമദാൻ തന്നെയാകുന്നു. ഇതിനേക്കാൾ നല്ല ഒരു അസുലഭ അവസരം ഒരുപക്ഷെ നമുക്കിനി ലഭ്യമാവുകയില്ല എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് റമദാനിൽ ഈ കാര്യങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിനെ നന്നാക്കുക എന്നതിനായിരിക്കണം വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്, പുറമെയല്ല. പുറമെ നന്നാവുക എന്നുള്ളത് സ്വാഭാവികമായും സംഭവിക്കും. കാരണം ഉള്ളു നന്നായി കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് അതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു റിസൾട്ടാണെന്ത്? പുറമെ നന്നാവുക എന്നുള്ളത്. ഉള്ളിനെ തന്നെയാണ് ശരിയാക്കേണ്ടത്. അതിന് ശരിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ട് നമ്മൾ ഇതിനെ കാണുക. പക്ഷെ അത് കുറച്ച് ശ്രമകരമാണ്, അധ്വാനം ആവശ്യമുള്ള കാര്യമാണ്. വേഗത്തിൽ എളുപ്പത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവേണ്ടി വരും. അതിന് പറ്റുന്ന വായനകളും പഠനവും ആവശ്യം വേണ്ടി വരും. അതിന് പറ്റുന്ന രീതിയിലുള്ള ക്ലാസുകൾ കേൾക്കേണ്ടി വരും. അതിന് പറ്റുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ നാം മനസ്സിലാക്കേണ്ടി വരും. അതിന് പറ്റുന്ന എന്ത് വഴിയാണോ നാം സ്വീകരിക്കേണ്ടത് അത് ഓരോരുത്തരും അവനവന് വേണ്ടി ഒരു അജണ്ട തയ്യാറാക്കിക്കൊണ്ട് ഇത് നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. നാം എവിടെ എത്തി നിൽക്കുന്നു എന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയിരിക്കുന്ന മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളെ ശരിയായി ഉപയോഗപ്പെടുത്തുന്ന നല്ലവരായ സത്യവിശ്വാസികളിൽ, നോമ്പുകാരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അറിവും അറിയാതെയും വന്നുപോയിരിക്കുന്ന എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുകയും അവന്റെ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടുകാരനും വലിയ കാരണവരുമായ മണ്ണുണ്ണി മൗലവി, അദ്ദേഹം ചെറിയൊരു വീഴ്ചയെ തുടർന്ന് ഒരു അപകടം അദ്ദേഹത്തിന് സംഭവിക്കുകയും സർജറിക്ക് വേണ്ടി അദ്ദേഹം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും അസുഖം ഭേദമാക്കി ആരോഗ്യത്തോടുകൂടി നമ്മുടെ ഇടയിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകുകയും ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞൊരു വിഷയമാണ്, സമീപത്ത് കരുവമ്പാറയിൽ ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി. അള്ളാഹു അവന്റെ പരലോകം നന്നാക്കി കൊടുക്കുകയും ആ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്തി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരു ആവശ്യം ഉന്നയിക്കാനുള്ളത്, അടുത്ത ആഴ്ച നമ്മുടെ പള്ളിയിൽ നടക്കുന്ന പിരിവ് എന്ന് പറയുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന സേവന കേന്ദ്രം. വർഷങ്ങളായിട്ട് നിരാലംബരായ രോഗികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണത്. ഭക്ഷണം, വസ്ത്രം, അവർക്ക് ആവശ്യമായ ചികിത്സാ സഹായങ്ങൾ, അത് വലിയ രീതിയിൽ റമദാനിൽ നടത്തുന്ന ഒരു വെള്ളിയാഴ്ചയിലെ ഒരു മാസ് കളക്ഷനിലൂടെയാണ് അതിന്റെ വലിയൊരു ഫണ്ട് കണ്ടെത്തുന്നത്. അടുത്ത ആഴ്ചയിലെ നമ്മുടെ ഈ പള്ളിയിലെ പിരിവ് അതിനുവേണ്ടിയുള്ളതായിരിക്കും. എല്ലാവരും ഒരുങ്ങി അതിനുവേണ്ടി പള്ളിയിൽ ഹാജരാകണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരലോകത്ത് സ്വർഗത്തിൽ നമ്മെ പ്രവേശിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله على إحسانه والشكر له على توفيقه ونعمه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله
أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون واعلموا أن الله أمركم بأمر بدأ فيه بنفسه فقال إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم ارض عن الخلفاء الراشدين المهديين الأمراء المرشدين أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعن بقية أصحاب رسولك أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين اللهم أجرنا من النار وأجر والدينا من النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أدخلنا الجنة مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم ولذكر الله أكبر والله يعلم ما تصنعون وأقم الصلاة